ഇന്നിപ്പോൾ ഞങ്ങളൊരു ചിരിക്കുന്ന മുഖം ഉണ്ടെങ്കിൽ അമലിൻ്റെ വീട്ടുകാരെടുത്ത ആ തീരുമാനം കൊണ്ടാണ്. അതുകൊണ്ട് അവർക്ക് ഞങ്ങൾ ഹൃദയം തുറന്ന് നന്ദി പറയുന്നു. കയറുന്ന ആ ഒരു മിനിറ്റ് പോലും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞാൽ നമുക്ക് അവൻ്റെ വീട്ടുകാരെ പോയി കാണണം എന്ന് അത് പറഞ്ഞിട്ടാണ് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നത്. തിരുവനന്തപുരം സ്വദേശി അമലിൻ്റെ അമ്മയുടെ ഹൃദയവിശാലത കൊണ്ട്, ഒറ്റ തീരുമാനം കൊണ്ട് മലപ്പുറം പൊന്നാനിക്കാരൻ അജ്മലിൻ്റെ കുടുംബം ഇന്ന് ചിരിക്കുന്നു, സന്തോഷിക്കുന്നു. വാഹനാപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച അമലിൻ്റെ ഹൃദയം ഹൃദ്രോഗിയായിരുന്ന അജ്മലിൻ്റെ ശരീരത്തിൽ തുടിച്ചു തുടങ്ങി. നമ്മുടെ നാട്ടിൽ ഇനിയും ഇത്തരം ഹൃദയ കൈമാറ്റങ്ങൾ നടക്കണം. മണ്ണടിഞ്ഞു പോകുന്ന അവയവങ്ങൾ മറ്റുള്ളവർക്ക് ജീവൻ നൽകുന്നുണ്ടെന്ന സന്ദേശം നമ്മൾ ഉറക്കെ വിളിച്ചു പറയേണ്ടതുണ്ട്. വാഹനാപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച തിരുവനന്തപുരം സ്വദേശി അമൽ ബാബുവിന്റെ ഹൃദയമാണ് മലപ്പുറം പൊന്നാനി സ്വദേശിയായ അജ്മലിന് പ്രാണനേകിയത്. മകൻ മരിച്ച വേദനയ്ക്കിടയിലും അവയവദാനത്തിന് തയ്യാറെടുത്ത അമലിന്റെ മാതാപിതാക്കൾക്ക് നന്ദി പറയുകയാണ് അജ്മലിന്റെ സഹോദരിയും ഭാര്യയും. മാധ്യമങ്ങൾ ഒരു സാധാരണക്കാരിൽ എത്തിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഒരു സാധാരണക്കാരിയായ ഒരു അമ്മക്ക് എൻ്റെ മകൻ്റെ ഓർഗൻസ് ഡൊണേറ്റ് ചെയ്യണം എന്നുള്ള ചിന്ത ഉണ്ടായത് പോലും. അതിന് ഞങ്ങൾ മാധ്യമങ്ങളോട് ഹൃദയം തുറന്ന് നന്ദി പറയുകയാണ്. ഗുരുതര ഹൃദ്രോഗം ബാധിച്ച അജ്മലിന് ഹൃദയം മാറ്റിവെക്കൽ അനിവാര്യമായിരുന്നു. ഈ ഘട്ടത്തിൽ കാര്യങ്ങൾ വേഗത്തിലാക്കാൻ സർക്കാരും ആശുപത്രി അധികൃതരും നൽകിയ സഹായങ്ങൾ വിലമതിക്കാനാകാത്തതാണ്. അമൽ ബാബുവിന്റെ ഹൃദയം അജ്മലിൽ സ്പന്ദിച്ചു തുടങ്ങിയതായി ഡോക്ടർമാർ. ശസ്ത്രക്രിയ പൂർത്തിയായതിനു പിന്നാലെ അജ്മലിനെ വെന്റിലേറ്ററിൽ നിന്നും മാറ്റി. തിങ്കളാഴ്ചയോടെ ICUവിൽ നിന്നും മുറിയിലേക്ക് കൊണ്ടുവരാനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് ലിസി ആശുപത്രി അധികൃതർ വ്യക്തമാക്കി.